ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് വൻപയർ വേണം, അതുപോലെ തന്നെ വെണ്ടയ്ക്ക വേണം. ഒരു 5-6 വെണ്ടയ്ക്ക മതിയാവും. വൻപയറിന് പകരം ചെറുപയറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ആദ്യം നമുക്കൊരു കുക്കർ എടുത്തിട്ട് ഈ വൻപയറാണെങ്കിലും ചെറുപയറാണെങ്കിലും എടുക്കുക. അത് നന്നായി കഴുകി വൃത്തിയാക്കി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി എടുക്കണം കേട്ടോ. നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. നല്ലൊരു വ്യത്യസ്തമായ റെസിപ്പിയാണ്, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ശരിക്കും ഈ ഒരു കറി മാത്രം മതി ചോറുണ്ണാൻ, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം. നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വൻപയർ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ, നമുക്കൊരു കുക്കർ എടുക്കാം. ഇതിനകത്തേക്ക് നല്ല ഒരു പിടി നിറച്ചെടുക്കുക. വൻപയർ എടുത്തിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കാം. ഇനി ഇതാ ഇതുപോലെ വലുപ്പമുള്ള ഒരു സവോള എടുത്തിട്ട് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇതുപോലെ അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ടൈപ്പ് ഒരു തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ് കൂടുതൽ നല്ലത്. ഒരു പഴുത്ത തക്കാളി കൂടി നമുക്കിതുപോലെ അരിഞ്ഞ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി കൂടി എടുത്തിട്ടുണ്ട്, അതുകൂടെ കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കുക്കറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന പയറുണ്ട്, അതിനകത്തേക്ക് ഈ തക്കാളിയും അതുപോലെ തന്നെ സവോളയും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു പച്ചമുളക്, അത്യാവശ്യം എരിവുള്ള മുളകാണ്, ഒരു പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഉടഞ്ഞങ്ങ് പോകുന്ന പരുവാവരുത്, എന്നാൽ നന്നായി വേവുകയും വേണം. ആ ഒരു പരുവം. ചിലർക്ക് ഈ പയറൊക്കെ നന്നായിട്ടൊന്ന് കുഴഞ്ഞ് കിട്ടുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കുറച്ചൊന്ന് ഉടയുന്ന പരുവാക്കി വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഒരുപാടങ്ങ് ഉടയുന്ന പരുവാവരുത്, അങ്ങ് കുഴഞ്ഞ് തിക്കായി പോവുക. ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, ടെക്സ്ചറും ഒക്കെ മാറിപ്പോകും കേട്ടോ. അപ്പോൾ അത്യാവശ്യം നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ ഒരുപാട് ഉടച്ചെടുക്കുന്നില്ല, എന്നാൽ വേവും ചെയ്യും. ആ ഒരു പരുവം കേട്ടോ. അപ്പോൾ അതൊന്ന് ആയി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 2-3 വിസിൽ കേൾപ്പിച്ചെടുക്കണം കേട്ടോ, നന്നായിട്ട് വേവണം. അപ്പോൾ ഇനി നമുക്ക് കോവയ്ക്ക എടുക്കണം. കുറച്ച് കോവയ്ക്ക, ഒരു 5-6 കോവയ്ക്ക, ഒരു മീഡിയം ടൈപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് കറിയിലേക്ക് വേണ്ടത്. ഇത് ഞാനൊരു മെഴുക്ക് പുരട്ടി പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബാക്കിയുള്ള കോവയ്ക്ക, അതിൻ്റെ കൂടെ കുറച്ച് ക്യാരറ്റും കൂടി നീളത്തിൽ കട്ട് ചെയ്ത്, കോവയ്ക്കയും ക്യാരറ്റും നീളത്തിൽ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. കാരണം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്യുക കേട്ടോ ക്യാരറ്റ്. ഇനി ഒരു മീഡിയം ടൈപ്പ് ഒരു സവോളയും കൂടി കനം കുറച്ച് അരിഞ്ഞു വെച്ചു. നമുക്കൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് ഇത് നമുക്കതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. സിമ്പിളാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഈ ക്യാരറ്റിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ്, പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും ആണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഒരു പച്ചമുളക് കൂടി കട്ട് ചെയ്തു. ഇനി ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും എരിവിനനുസരിച്ച് മുളക് പൊടി, ഞാനൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ഒരു പച്ചമുളകും ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൽ വെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ. ആ എണ്ണയിൽ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം കേട്ടോ, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്, നല്ലൊരു ഫ്ലേവറും ഒക്കെ കിട്ടും. ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് ഒതുക്കി വെച്ചാൽ അടച്ച് വെച്ച് കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് കിട്ടുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിട്ട് അടച്ചങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടാൽ മതി. അപ്പോൾ നമ്മുടെ കുക്കറിൽ വിസിലൊക്കെ വന്നതിന് ശേഷം ഞാൻ പ്രഷറൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചട്ടി എടുത്തിട്ട് എണ്ണ ഒഴിച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഒരു ചെറിയ സവോളയും ഒരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ചെറിയ സവോള കേട്ടോ. ഇപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ ഒരു 6-7 ചെറിയ ഉള്ളി ആണെങ്കിലും മതി, കുഴപ്പമൊന്നുമില്ല. സവോളയുടെ അളവ് ഒരുപാട് കൂടരുത്. വലുതോ മീഡിയം ടൈപ്പ് സവോളയൊക്കെ ആണെങ്കിൽ 1/2 മുറി മതിയാവും കേട്ടോ. എന്നിട്ട് നല്ല ചെറുതായിട്ട് അരിയണം. ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണിന് താഴെ മതി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ആ ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ വേണം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ആ പൊടിയുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്ക, അതായത് ഇതുപോലെയുള്ള ചെറിയ പീസാക്കിയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു 5-6 മീഡിയം ടൈപ്പ് വെണ്ടയ്ക്ക എടുത്താൽ മതി. ഈ ഒരു വലുപ്പത്തിലുള്ള പീസാക്കി കട്ട് ചെയ്തു. നമ്മൾ ആ നീളത്തിൽ കട്ട് ചെയ്തത് മെഴുക്കുവരട്ടിക്കുള്ളതാണ്. എന്നിട്ട് ഒരു 1 മിനിറ്റ് ഒന്ന് വഴറ്റി നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് വാടി തുടങ്ങുന്ന ഒരു സ്റ്റേജിൽ എരിവിനനുസരിച്ച് ഒരു 1/2 ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് മുളക് പൊടിയും, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും,
മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. എരിവിനനുസരിച്ച് മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു. ആ ഒരു പൊടികളുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറിക്കഴിഞ്ഞപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പയർ ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, ഇതിനിടയിൽ ഒരു ഇത്തിരി കായപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 നുള്ളു കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. അതായത് നമ്മുടെ സവോള ചേർത്ത് വഴട്ടില്ലേ, ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുകിട്ടിട്ട് നമ്മുടെ സവോളയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് വഴട്ടുന്ന സമയത്ത് ഒരു ഇത്തിരി കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വഴറ്റിയിട്ടാണ് നമ്മൾ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്ത് വെണ്ടയ്ക്ക ഒന്ന് വാടി വരുമ്പോൾ, ഒരുപാടങ്ങ് വഴണ്ട് പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടി തുടങ്ങുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം കുറവാണെങ്കിൽ അത്യാവശ്യം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളി 1/2 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് ഞരടി പിഴിഞ്ഞ് വയ്ക്കുക. എന്നിട്ട് ആ പുളിവെള്ളം നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ആദ്യം തന്നെ എല്ലാം കൂടെ എടുത്ത് ഒരുമിച്ച് ഒഴിക്കരുത്, കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെക്ക് ചെയ്യുക. പിന്നീട് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം പുളിയുടെ അളവ് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർക്ക് നല്ല പുളി വേണം, ചിലർക്ക് അധികം പുളിയുടെ ടേസ്റ്റ് ഇഷ്ടമാകത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ അതിനനുസരിച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം നമ്മളിതിൽ തക്കാളി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് ആ പുളിയുടെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം നല്ല ലോയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ എണ്ണ തെളിഞ്ഞ് വരുന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുത്തത്. നിങ്ങൾക്കൊരു ഇത്തിരി കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി ഗ്രേവി ആക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മുട്ട നമുക്ക് ഇത്തിരി പച്ചമുളകും അതുപോലെ തന്നെ സവോള എല്ലാം കൂടിയിട്ട് മുട്ട കൂടി പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി വേണ്ടുന്നവർക്ക് കുറച്ചുകൂടി ഗ്രേവി ആക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് ചോറ് വിളമ്പിയിട്ടുണ്ട്. മുട്ട പൊരിച്ചതും വെണ്ടയ്ക്കയും അതുപോലെ തന്നെ ക്യാരറ്റും മെഴുക്ക് വരട്ടി, അതുപോലെ തന്നെ വെണ്ടയ്ക്ക കറി. നല്ല ടേസ്റ്റാണ്. ഈ ഒരു കറി നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. കുറച്ച് തൈര് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ, 2 കാന്താരി മുളക് കൂടി. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും. വ്യത്യസ്തമായ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തില്ല. അതിനായിട്ടാണ് അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത്. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി കേട്ടോ. റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ റെസിപ്പി ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ നേരത്തെ ഇട്ട വീഡിയോസൊക്കെ കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. പ്ലേലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യുക. പുതിയ വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ